ഉരുപ്പടിയാ നിങ്ങൾ ഈ അലമാരയുടെ കൊണമതി ആരും പറയാതെ എന്റെ കലണ്ടർ ഇങ്ങോട്ട് എടുക്ക. പാലിന്റെ കണക്ക് മുഴുവനും അതിലെഴുതി വെച്ചേക്കുന്നത്. പിടിക്കും. ഈ സാധനമല്ലേ എന്റെ പട്ടി പിടിക്കും. ആ കലണ്ടർ ഇങ്ങോട്ട് എടുക്കും മനുഷ്യ. എടുക്കുന്ന ആ പണ്ടാരക്കാലത്ത് ഇതിന്റെ പുറകിൽ ആണയും വെച്ചിട്ടുണ്ടായിരുന്നോ? വല്ല വിഷവും പുരട്ടിയതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ അമ്മയാണല്ലോ. ഹലോ. ആ എടാ, നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അലമാരയുടെ എന്തോ കൊണ്ടിട്ടില്ലേ? അച്ഛന്റെ കൈ മുറിഞ്ഞു. കുടുകൂടാന്നാ ചോര പോകുന്നേ. ദേ ചോര നിൽക്കുന്നില്ല. അയ്യോ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അലമാര കൊണ്ട് എന്നാക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? മനുഷ്യന് നിന്ന് തിരിയാൻ ഇവിടെ സ്ഥലമില്ല. ആ അലമാര എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? കൊണ്ടുപോയി കളയാൻ പറ്റുമോ? ഓ, എന്നാ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് നീ പറയുന്നേ. നിന്റെ അമ്മായിയച്ഛൻ മേടിച്ചു തന്ന മുഴുത്ത അലമാരയല്ലേ? നീ അത് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിക്കോ. ആ അലമാര വലിയ പ്രോബ്ലം അല്ലോ. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടെങ്കിലല്ലേ എന്റെ അലമാരിക്ക് ഉണ്ടാവും. ഇന്ന് മിക്കവാറേ എനിക്ക് ബോണസ് കിട്ടും. ഞാൻ ബോണസ് തന്നെയല്ലേ പറഞ്ഞേ? ഒരു മിനിറ്റ്. ഇത് ടാലി ആവുന്നില്ലല്ലോ. ഇതൊക്കെ വാങ്ങിയതുപോലെ ഈ വീട് മുഴുവൻ ഫർണിഷ് ചെയ്യണം നമുക്ക്. വില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എനിക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. ഏയ്, അത് വേണ്ട. നമുക്കിങ്ങനെ പതിയെ പതിയെ കല്ലിൻ്റെ മേൽ കല്ല് കയറ്റി വെച്ച് മെല്ലെ ഓരോന്നായിട്ട് വാങ്ങാം. അതാ അതിൻ്റെ ഒരു സുഖം. അമ്മ. ഹലോ അമ്മേ. മോളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം അമ്മേ. ഞങ്ങളിത് ഫർണിച്ചറൊക്കെ വാങ്ങിച്ചു വന്നു. ആണോ? ദേ, അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മേ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാൻ കൊടുക്കാം. ഹലോ അമ്മേ. അമ്മയല്ല, അച്ഛനാ. ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട് മോനെ. നിങ്ങളുടെ ഫ്ലാറ്റും ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാലോ. അച്ഛൻ വന്നോ? പക്ഷേ ഞങ്ങൾക്ക് ലീവൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്നും ലീവാ. അതുകൊണ്ട് ശനി ഞായറും കണക്കാക്കിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? കല്ലുമ്മേ കല്ല്. എന്ത് ചട്ടി? എന്താടാ? കണ്ടില്ലേ സ്ഥലം കയ്യേറിയിരിക്കണം. നിങ്ങളോട് പല പ്രാവശ്യം ചോദിച്ചാ സ്ഥലം കൊടുക്കുന്നുണ്ടോന്ന്. ചെട്ടി ഇപ്പൊ ഈ സ്ഥലം കയ്യേറി. ഞങ്ങളുടെ ബിൽഡിംഗ് പണിയാൻ പോവാ. നല്ല വില തരാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാ. കൊടുക്കണോ? എന്തിനാ ഞങ്ങളുടെ പറമ്പിക്കര ഉണ്ടാക്കിട്ട് വന്നിട്ട് ഞാനിപ്പോഴല്ലേ കാണുന്നത്. കൂട്ടുകാരനാ. വേണ്ട, ഇവിടെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമുക്ക് കേസ് കൊടുക്കാം. അല്ലാതെ കേസൊന്നുമില്ല, നല്ല പെടയെ കൊടുക്കണ്ട്. ഈ തടീനട്ടെ അവനിട്ട് കൊടുക്കാൻ പറ്റൂല. എടാ, നീ ഒന്ന് അടങ്ങ്. ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇറക്കിയിരിക്കും. ബായ്, ഇത് പോതുമാ. ബസ് ശ്രീറാം ഷെട്ടിയുടെ എന്റെ ഒരു കൊളീഗിന്റെ സ്ഥലം ഇതുപോലെ കയ്യേറിയതല്ലേ? അവൻ മേടിച്ച സ്ഥലത്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അകന്ന ബന്ധത്തിൽപ്പെട്ടവർ രേഖകളൊക്കെ ആയിട്ട് വന്നു. പിന്നെ കേസും കൂട്ടുമൊക്കെ ആയി. കേസിൽ തോക്കുമെന്നായപ്പോൾ കയ്യേറിയവർ ഗുണ്ടകളെ ഇറക്കി. ഫൈനലി കിട്ടിയ കാശിന് സ്ഥലം അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു. ആണോ? ബാംഗ്ലൂരിൽ പുതിയതായതുകൊണ്ടാണ് നിനക്കതൊന്നും അറിയാത്തത്. ആ സ്ഥലം കിട്ടുന്ന വിലക്ക് കൊടുക്കു ചേട്ടാ. മെറിൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലേ.
എന്തിനാ വെറുതെ വേണ്ടാത്ത പുലിവാലൊക്കെ പിടിക്കുന്നത്? നിനക്കത് പറയാം. ഞങ്ങളിന്ന് വക്കീലിനെ കണ്ടു. പുള്ളി നാളെ കേസ് ഫയൽ ചെയ്യും. ഞങ്ങളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലമാ. അങ്ങനെ കളയാൻ പറ്റുമോ? ആ, അമ്മയും അച്ഛനും മറ്റന്നാ വരും. ആ, അത് ശരിയാണല്ലോ. അവരെവിടെ കിടത്തും? നമുക്കൊരു ബെഡ് ഇട്ടിട്ട് ഗസ്റ്റ് റൂമിൽ കിടത്താം. എന്നാലും ആ ഷെട്ടിയുടെ ഒരു അഹമ്മതി നോക്കണേ. അച്ഛനും അമ്മയും വരുമ്പോ എന്തെങ്കിലും മേടിക്കണ്ടേ? ഒരു തുണ്ട് ഭൂമി കഷ്ടപ്പെട്ട് മേടിക്കുന്നതിന് അത് പോകുമ്പോഴുള്ള വില അറിയൂ. ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയോ നിനക്ക്? എനിക്കറിയണ്ട. ആ, അതാ നിന്റെ കുഴപ്പം. അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ബസ്സിനാണോ ട്രെയിനിനാണോ വരുന്നത്? അവരിവിടെ വന്നിട്ട് വീട്ടിലോട്ട് എങ്ങനെ വരും? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ അന്വേഷിച്ചോ? അത് ശരിയാണല്ലോ. അവര് ട്രെയിനിനാണോ ബസ്സിനാണോ വരുന്നത്? ഇത് ഉണങ്ങുന്നില്ലല്ലോ. നിങ്ങളെ കയ്യിൽ പന്തോ ചുറ്റിക്കൊണ്ടിരുന്നോ? അവരെ ബാംഗ്ലൂർക്ക് പോവുക. ഒടുക്കം നമ്മൾ രണ്ടാം തരക്കാരാകും. ആ ലളിതയില്ലേ ആദ്യ സാമർത്ഥ്യക്കാരിയാ. അയ്യോ, അവരൊന്ന് ബാംഗ്ലൂർ പോകുന്നതിന് നീ എന്തിനാണ് ഈ എഴുതാപ്പുറം വായിക്കുന്നത്? അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനല്ലേ. അവന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? എടി, നീ എന്നെ ഇങ്ങനെ ചവിട്ടുന്നത് കണ്ടിട്ടില്ലേ അവൻ വളർന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ഈ നട്ടലുണ്ടാവുന്നത്? ആഹാ, എന്നിട്ട് അലമാരയുടെ കൈ പോയപ്പം ഞാനല്ലേ ഉള്ളി പെനോയിൽ കലക്കി തരാൻ. എടി, അത് നിന്റെ പാലിന്റെ കണക്കെഴുതിയ കലണ്ടർ എടുക്കാനല്ല ഞാൻ ഈ അലമാരയുടെ. അലമാരുണ്ടാക്കി ഒരു ഗതികേട്. എടി, അത് കലങ്ങിയില്ലടി. നിങ്ങളുടെ കൈക്കല്ലേ കുഴപ്പമുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന് കാലിട്ട് കലക്ക്. ഒരു അലമാരും എന്തൊരു കഷ്ടമാന്ന് പറ. നീ എന്തോന്നാണ് ഈ തേച്ചോണ്ടിരിക്കുന്നത്? മര്യാദക്കിരുന്ന് പഠിച്ചേ. ഇവിടെ ഒരു ബിക്കാനീർ. എന്താടി നിന്റെ ബക്കാടീർ? ആ, കണ്ടില്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്? ആ, പഠിച്ചോണം. അല്ലെങ്കിൽ കണ്ട വീട്ടിൽ പോയി ഇങ്ങനെ കാടിയും കലക്കി ഇരിക്കേണ്ടി വരും. എന്റെ ഗതികേട് വരും നിനക്ക്. നമുക്കൊരു യൂബർ വിളിച്ച് വന്നാ പോരായിരുന്നോ ചേട്ടാ? യൂബർ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തോണ്ടല്ലേ. പിന്നെ ബാംഗ്ലൂർ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം അല്ല അച്ഛാ? ആ, റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരല്ലേ ഇങ്ങോട്ട്? അതെ, പക്ഷെ സ്വാദിക്കതാ സൗകര്യം. പിന്നെ ഓഫീസേ അടുത്താ. എല്ലാവരും ആ അലമാര ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് മോശമായിപ്പോയി. നിങ്ങളുടെ ഉപയോഗത്തിനല്ലേ നമ്മളതൊക്കെ വാങ്ങിച്ചു തരുന്നത്. ഞങ്ങൾ വാങ്ങിച്ചെന്ന അലമാര നാട്ടിലിട്ടിട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. അത് പിന്നെ അച്ഛാ, അത് ഒരു ലോറിയിലൊക്കെ കയറ്റിയും കൊണ്ടുവരണ്ടേ. പോരാത്തതിന് അതിന് ഭയങ്കര ഭാരവും വലിപ്പവും. അതുകൊണ്ടാ. നോക്കി, എന്ത് വലിയ മിസൈലാ ആ ലോറിയിൽ കെട്ടി വലിച്ചോണ്ട് പോകുന്നത്. അത്രയൊന്നും വരില്ലല്ലോ ഒരലമാര. അമ്മയാണല്ലോ. ഹലോ. ആ, ഹലോ അമ്മേ. അരുണില്ലേ ഇവിടെ? അരുണേട്ടൻ കുളിക്കാണല്ലോ. ആ, കുളിച്ചിറങ്ങുമ്പോഴേ ഞാൻ വിളിച്ചെന്നൊന്ന് പറഞ്ഞേക്ക്. ശരി എന്നാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അമ്മ വിളിച്ചെന്ന് പറയാൻ പറഞ്ഞു. ആ, ഹലോ അമ്മേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അമ്മേ. ദിവ്യയുടെ വല്ല റിസൾട്ടും വന്നോ? ആ, 1-2 വന്നടാ. അതിനൊന്നും കിട്ടിയില്ല. ഇനി ബിക്കാനീറിന്റെ കൂടെ വരാനുണ്ട്. അതിന് കിട്ടുമെന്ന് അവള് പറയുന്നത്. ദയവ് ചെയ്ത് ബിക്കാനീറിന്റെ കാര്യം മാത്രം എന്നോട് പറയരുത്. അവളെ പോലെയുള്ള മണ്ടിമാർ എക്സാം എഴുതുന്നോണ്ട് അവർ റിസൾട്ട് പുറത്തു വിടാത്തതാ. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ലാതെ ഞാനെന്തു പറയാനാ? സമാധാനായല്ലോ? ആ, ഇത് അടയുന്നില്ലല്ലോ. അടയുന്നില്ലേ? പറഞ്ഞ പോലെ അടയുന്നില്ലല്ലോ. ഇത് എങ്ങനെ അടയാനാ? നിങ്ങളുടെ സുപ്രമാമ കള്ളും കുടിച്ചൊരു സൂക്ഷ്മത ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ട്. പിന്നെ മാമനെ നീ വെറുതെ ഓരോന്ന് അതും ഇതും പറയണ്ട. മോളെ മാമന് 4 ഗ്ലാസും കുറച്ച് വെള്ളവും. ഭയങ്കര ദാഹം. അല്ല, 2 നാരങ്ങ പിഴിഞ്ഞ് ക്ഷീണം. ആദ്യം കട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം മതിലും കെട്ടി മാമ. ഇപ്പോഴും ഇവന്മാർക്ക് ഇവിടുന്ന് പോവാറായിട്ടില്ലേ? പൊക്കമില്ല. കേസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവന്മാർ ഇവിടെ മുഴുവൻ കിട്ടിയേനെ.
പൊളിക്കുകയാണെങ്കിൽ ഇപ്പൊ പൊളിക്കണം, പിന്നെ പൊളി നടക്കൂല. അതെ. ഒടുക്കത്തെ ഉറപ്പാ. എന്റെ പൊന്നങ്കു, ഞാൻ അപ്പളെ കുമാരത്ത് പറഞ്ഞു. അപ്പൊ കുമാർ കോടതിയിലും പോലീസിലും പോയിന്ന്. എന്റെ പൊന്നു മാമ, ഇവൻ അല്ലേ തന്നെ വിവരമില്ല. ഇനി മാമൻ കൂടെ കമ്പനി കൊടുക്കല്ലേ? ഏയ് ഇത് അങ്ങനെ വിട്ടാ പറ്റൂല. അവന്റെ ഒക്കെ കോപ്പിലെ ഗേറ്റ്. എന്താടാ അവൻ പറയണത്? അത് മാമനോട് ഇറങ്ങി പോടാ പൊന്നാര മോനെ. എടാ, നീ എന്നോടാ ആളോട് വിടല്ലേ? എടാ, വാടാ നീ. വിടല്ലേ? എടാ ജസ്റ്റിനെ, ഇവന്മാരൊക്കെ ഓടിക്കാനുള്ള സാധനം എന്റെ അടുത്തുണ്ടാ. നീ എന്ന് എന്റെ ദണ്ട കണ്ടിട്ടാ അന്നിപ്പൊ കാണിക്കില്ലേ? വണ്ടി കയറി. അരുണേട്ടാ, എന്നെയാണോ? എന്താ സ്വാതി? അതെ, നമ്മുടെ അലമാരി ഇപ്പോഴും അടയുന്നില്ല. നമുക്കത് നന്നാക്കാൻ ഒരു ആശാരിയെ വിളിപ്പിച്ചാലോ? പ്ലീസ്. വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു ഉളി എടുത്തോണ്ട് വരാൻ പറഞ്ഞാലോ? എന്റെ സ്വാതി, നിനക്ക് ഉറങ്ങാൻ നേരത്ത് വേറെ എന്തെങ്കിലും ഓർത്തൂടെ? ഇത്രയും നാളത് കൊണ്ടുവരാനായിട്ടായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നതായ കുഴപ്പം. അത് സൂക്ഷിച്ചു കൊണ്ടുവരാഞ്ഞിട്ടല്ലേ വാതിൽ പോലും അടയ്ക്കാണ്ട് കൊണ്ടുവന്നേ. ഓ, ഇവിടെ കഴുകി വൃത്തിയാക്കേണ്ടി വരും ഈ തറയ്ക്ക് ഇച്ചിരി നിറം കിട്ടാൻ. ദിവ്യ, നീ അച്ഛൻ്റെ അടുത്ത് എന്നിട്ടേ ഇത്തിരി പെനോയിലിങ്ങി മേടിച്ചോണ്ട് വന്നേ. ഓ, ആ അലമാര പോയ പിന്നെയാ വീടിനകത്ത് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടായത്. ഓ പിന്നെ ആ അലമാര അവിടെ ഇരുന്ന കാലം മുഴുവൻ നിന്റെ തള്ള കൂരിട്ടില്ലല്ലേ ജീവിച്ചോണ്ടിരുന്നത്. അകത്തേക്ക് ചെന്ന് ചോദിക്ക്, എന്നിട്ട് കിട്ടുന്ന മേടിച്ചോ. ഞാനൊന്ന് അപ്പുറം വരെ പോവാ. അമ്മയുടെ പെനോയിൽ കൊടുക്കാൻ മറക്കല്ലേ. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മനസ്സർ കാണുകില്ലേ. കൂരിട്ടൊക്കെ മാറിയല്ലോ, നന്നായി. മരുമക്കളെ വരുതിക്ക് നിർത്തണം, അല്ലെങ്കിൽ തലേ കയറി. ഈ കുപ്പിയൊക്കെ തീർന്നിരിക്കുക. നീ കോട്ട വാങ്ങിക്കാൻ മറന്നു ഈ മാസം. ഇവിടുന്ന് ഏത് സമയത്ത് ഒരു കുപ്പി, എന്തൊരു മനുഷ്യനായത്. അങ്ങനെ പിടിച്ച പിടിയാലെ ബാംഗ്ലൂർ പോയതുകൊണ്ട് അലമാര അവിടെ എത്തിക്കാൻ കഴിഞ്ഞു. ആ മരുമോനെ തുടക്കത്തിലെ പരിധിയിൽ നിർത്തുന്നത് നല്ലതാ. എല്ലാം നിന്റെ മിടുക്ക. അങ്ങനെയാ. ഒന്ന് വേഗം കഴിക്കണ്ട ശ്യാമേ. നിന്റെ ചപ്പാത്തി വറുത്തലൊക്കെ എങ്ങനെ പോണു? അതിനുള്ള യന്ത്രം മേടിക്കാൻ പോവാ. ആ എടാ, എന്താടാ അലമാര കൊണ്ടുവന്നിട്ട് നിന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? ഒന്നും പറയണ്ട. ആ അലമാര കൊണ്ടുവന്നപ്പോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രശ്നം. അത് ശരി. ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. ഇനി കുറെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. അതെന്താ? അപ്പൊ പിന്നെ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് പോയിന്റെ പ്രസാദേ. എടാ, ഇതാ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് നീ വെച്ചോ. ഞാൻ മിക്കവാറും നാട്ടിലൊന്ന് പോകും. അപ്പോ ഇനി വക്കീലെങ്ങാനും വിളിച്ചാല് നീ ഏൽപ്പിച്ചാൽ മതി. പിന്നെ നമ്മുടെ അവിടുത്തെ വർക്കൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നീ ആനുവൽ പാർട്ടിക്ക് വരില്ലേ? പിന്നെ എടാ, നിനക്ക് സ്വാധിക്ക് വേണ്ടിയിട്ട് എന്തോ അവിടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി തന്നെ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക. ട്രെയിനിങ് ബോംബെയിലാണമ്മേ, ഒരാഴ്ചത്തെ. അയ്യോ, പോവാതിരിക്കാൻ പറ്റില്ല. അല്ല, ആദ്യത്തെ ട്രെയിനിങ് തന്നെ കല്യാണം കാരണം മിസ്സായതല്ലേ? ഇല്ല അമ്മേ, ആശാരിനെ ഒന്നും വിളിച്ചിട്ടില്ല. ശരി അമ്മേ, അങ്ങോട്ട് വന്നു, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ട്രെയിനിങ്ങിന് പോയ എന്റെ കാര്യങ്ങൾ ആരും നോക്കൂടി? അയ്യോടാ. ചായ എടുക്കട്ടെ? എന്നതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തുപറ്റി? എടി, ആശാരി മൂശാരി ഒന്നും വേണ്ട കേട്ടോ. ഒരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. നിനക്ക് അത് ആദ്യം കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ ചവിട്ടി അടയ്ക്കണ്ട. എന്തൊക്കെയായാലും
ഈ അലമാരയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ചവിട്ടല്ലേ? ചവിട്ടുന്നില്ല. ഫോൺ 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 ഫോൺ. ഫോൺ വന്നതിന്റെ ഭാഗ്യം. ഹലോ. ഹലോ, എന്താടി? ഞാൻ ബാംഗ്ലൂർ എത്തി എപ്പോ? ഇന്ന് രാവിലെ. ആ, എന്നാ നീ നേരെ ഇങ്ങ് പോരെ. വേണ്ട, ഞാൻ സന്ധ്യയുടെ കൂടെ നിന്നോളാം. എന്തിനാടി നീ വേറെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുന്നേ? എക്സാമിന് പോവാൻ അതാ എളുപ്പം. ആ, എന്തെങ്കിലുമൊക്കെ ചെയ്. ഞാൻ ഇവിടെ നിന്നോളാം. എന്നാ നീ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വാ. ദിവ്യ ബാംഗ്ലൂരിൽ ഏതോ എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പക്ഷെ ഏതോ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടാ താമസിക്കുന്നത്. അവളെങ്ങനെ ഇങ്ങോട്ട് വരാനാ? അവളുടെ ചേട്ടൻ്റെ കൂടെ ഇപ്പൊ രാക്ഷസിയല്ലേ താമസിക്കുന്നത്. നോയിക്കോ, ഇത് സന്ധ്യയുടെ കൂടെ താമസിക്കാനാ പോകുന്നത്. എന്നിട്ട് അവൾ അത് ദിവ്യ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ താമസിച്ചില്ലെന്ന് പാടി നടക്കും. എടി, എന്റെ അനിയത്തി എന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാണക്കട എനിക്കല്ലേ. അത് ഞാനങ്ങ് സഹിച്ചു. സഹിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലോ. മനുഷ്യന് ദേഷ്യം വരിക. എന്തൊരു കഷ്ടം. ചവിട്ടരുതല്ലേ. ഇതില് വലിയ അത്ഭുതമൊന്നുമില്ല. ഓരോ വീട്ടിലും ആൾക്കാർക്ക് ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറാൻ എന്നെ പോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും. Combine tomorrow evening 3 o'clock. Okay, sir. Shama is doing the function 7 o'clock. എടാ, ഞാനേ ഒരു 7:30 ആകുമ്പോൾ ടീല പാലസിലെത്താം. ഓക്കെ? സ്വാതി. ആ, എന്തു പറ്റിയടി? മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റിയടി? എടി, അവക്ക് ഇങ്ങോട്ട് വരാനല്ലേ സമയമില്ലാത്തുള്ളൂ. ബാംഗ്ലൂർ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇന്നെന്നെ ചെന്നൈയിൽ നിന്ന് റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ദിവ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ. ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല, നമ്മൾ നാട്ടിൽ പോവാറില്ല. ഞാനെന്തോ ചേട്ടനെ സാരിത്തുമ്പ് കെട്ടിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളുടെ ചേട്ടന്റെ ഭാര്യയല്ലേ. അത്രേ ഉള്ളോ? ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ അവിടെ ഒരുങ്ങി കെട്ടി വന്നിക്കാൻ. സ്വാതി പ്ലീസ്, ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. സർപ്രൈസ് അനിയത്തി വന്ന് തന്നല്ലോ. സർപ്രൈസ് എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരോടൊക്കെ എന്ത് പറയും? ഞാൻ വരുന്നില്ല, അത് തന്നെ. നോടി സർ, എല്ലാ ഒറിജിനൽ കുറച്ച് വിക്കുണ്ടെങ്കിൽ സിറ്റിംഗിന് ചാർജ് ചെയ്യുന്ന ആളാ. ഇരിക്കുന്നതിനോ അതൊരു ലീഗൽ ടേമാ. ദയവിട്ടു ഹെൽപ്പ് ಮಾಡಿ സർ. ಕೇರಳವಾ? Yes, sir. ಬೆಂಗಳೂರಲ್ಲಿ ಹಿಂಗೆಲ್ಲ ನಡೀತೆ ರೀ. ದಿಸ್ ಆಲ್ ಹ್ಯಾಪನ್ಸ್ ಇನ್ ಬ್ಯಾಂಗ್ಳೂರ್. ಡೋಂಟ್ ವರಿ, ಐ ಆಮ್ ಹಿಯರ್. ಶೆಟ್ಟಿ ಸರ್, ಶೆಟ್ಟಿ ಸರ್ ಕಾರ್ ರೀ. ಶೆಟ್ಟಿ ಸರ್ ಕಾರ್ ಬಂತ್ರಿ. ಬನ್ನಿ ಬನ್ನಿ ಬನ್ನಿ. ಆರು ಹೊಂಡಿಡಿಚಿ. ಒಂದ್ 2 ಗ್ಲಾಸ್ ಕಾಫಿ ತನ್ರಿ. ಶೆಟ್ಟಿ ಸರ್ ಬಂದಿದ್ದಾರೆ. ಬೇರೆ ಏನ್ ಕೊಡ್ಲಿ ಶೆಟ್ಟಿ ಸರ್? ಏನ್ ಬೇಡ. ಬೇಡವಾ? ಯಾಕೆ ಸರ್, ಏನಾಯ್ತು? ಇವ್ರದ್ದು ಡಾಕ್ಯುಮೆಂಟ್ ಏನು ಸರಿಯಾಗಿಲ್ಲ ಸರ್. ಹುಡುಗರು ಯಾರೋ ಚೀಟಿಂಗ್ ಮಾಡ್ತಾರೆ. ಡಾಕ್ಯುಮೆಂಟಾ? ಜಾಗ ಓನರ್ ಯಾರ್ರಿ? ಇಲ್ಲಿದಾರಲ್ಲ, ಅವರೇ ಓನರು. ನೀವೇನಾ? ಹಾಂ, ಹೌದು. ಅವ್ರು ಇವ್ರಿಗೆ ಮಾರಾಟ ಮಾಡಿದ್ದಾರೆ. ಸರಿ, ಡಾಕ್ಯುಮೆಂಟ್ ತೋರಿಸಿ. ಸ್ವಲ್ಪ ನೋಡಿ ಸರ್. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. ಏಯ್ ಸರ್, ಡಾಕ್ಯುಮೆಂಟ್ ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿದೆ ಅಲ್ರಿ? ಕಾರ್ಪೊರೇಷನ್ ರಿಜಿಸ್ಟ್ರೇಷನ್ ಬೇರೆ ಇದೆ ಅಲ್ರಿ? ಮತ್ತೇನ್ರಿ ಕಿರಿಕೋ? ಇಲ್ಲ ಸರ್, ಒರಿಜಿನಲ್ ಎಲ್ಲ ನಮ್ಮ ಹತ್ರ ಇದೆ. ಕಿರ್ಸ್ಬೇಡ್ರಿ, ಇಲ್ಲಿ ಕಿರ್ಸ್ಬೇಡ್ರಿ, കോടതി ಕಿರ್ಸ್ರಿ. നിങ്ങളുടെ ഡോക്യുമെന്റ് വ്യാജമാണെന്നും സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ നിൽക്കുന്ന ആളാണെന്നും ഈ ഉടമസ്ഥൻ ഷെട്ടിക്ക് വിറ്റതായിട്ടുള്ള രേഖകളും അവരുടെ കയ്യിലുണ്ട്. കോർപ്പറേഷൻ രജിസ്ട്രേഷനും നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ಇನ್ಸ್ಪೆಕ್ಟರ್ ನೋಡಿ ಸ್ವಲ್ಪ. ಸರಿ 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 ಶೆಟ್ಟಿ ಸರ್, ಬೇಜಾರು ಮಾಡ್ಕೊಳ್ಬಿಡಿ, ನಾನು ನೋಡ್ಕೊಳ್ತೀನಿ ಇದು. ರೀ ವಕೀಲ್ರೆ, ಇಫ್ ಯು ಗೋ ಟು ದ ಕೋರ್ಟ್, ನೀங்க ಸೋತ್ போட்றாங்க, ಯು ವೋಂಟ್ ವಿನ್ ದ ಕೇಸ್. ದ பெஸ்ட் திங் இஸ், நான் ஷெட்டி கிட்ட பேசுறோம், நீங்க ಸ್ವಲ್ಪ അഡ്ജസ്റ്റ്മെന്റ് பண்ணி ಸ್ವಲ್ಪ സില്ലറ വാങ്ങി പോയിടുங்க. ചില്ലറ വാങ്ങി സ്കൂട്ടാവണമെന്നേ ഞങ്ങൾ ആലോചിച്ചോളാം. പിന്നെ ഷെട്ടി ഇവനെങ്ങനെ ചവിട്ടി പുറത്താക്കണമെന്ന് ഞങ്ങൾക്കറിയാം. പാടാ ಬೇಡ. ಗೂಬೆಗಳಿಗೆ ಏನು ಅರ್ಥ ಆಗಲ್ಲ ರೀ.
നന്മ കൊണ്ട് തിരികാവുന്ന ആരാടാ അത്? മാമനിറക്കിയ പിള്ളേര് കൊള്ളാം. നല്ല വില വരാം അല്ലേ? അന്നേ നിനക്കൊന്ന് തരണം എന്ന് വിചാരിച്ചതാ. ഞങ്ങളുടെ സ്ഥലം കയ്യേറുമല്ലോടാ. ഒളിച്ച പത്ത് കളിക്കാനുള്ള തടിയാ. ഇങ്ങോട്ട് പോടാ. എടാ താനാണോ ശ്രീരാമ ഷെട്ടി? അടിക്കുന്നതിന് മുമ്പ് കരയണോ? അല്ലേലും ഏത് അടിച്ചെന്നാലും ഈ കവറിട്ടോമാരൊക്കെ കള്ളന്മാരാ. കോപ്പന്മാര് ഒരു തുള്ളി പോലും വെച്ചിട്ടില്ല. ഷെട്ടി വിട്ടു. അവന്റെ അമ്മയുടെ ബോഡി അല്ല പിന്നെ തല്ലി വിട്ടാണല്ലോ. ചേട്ടാ ഇവനെ ഒന്ന് ഇടിക്കോ അല്ലെ ഇവൻ നാട്ടിപ്പോ എല്ലായിടത്തും പറയും ഇവൻ ഓടിയായിരുന്നു. ബുധനാഴ്ച നീയാ ഓർക്കണ്ടേ? തമ്പി ബോംബ് ഇരിക്ക ഉങ്കിട്ട? എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുണ്ടാ? പുറത്തുണ്ട്. പറവില്ല എൻകിட்ட இருக்க. ಕಾಲ್ ಆಚೆ ಇಟ್ಟು ಸರಿ ಮಲ್ಕೋ. എന്താ വയ്യേ? 2 ഒടിവ് കൂടുതലുണ്ടായിരുന്നു. എനക്കിട്ട് കിട്ടണ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ബോധം പോയി. ബോധം വന്നപ്പോഴേക്കും ഇവിടെ പോരൽ തുടങ്ങി. എന്താടാ? ഇവൻ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആവേശത്തിന് കൂടെ നിന്ന. ആ ഷെട്ടിയും കുറേ പേരും കൂടെ റൂമിൽ കയറി വന്നിട്ട് ഒരു ഷഡ്ഡി പോലും ഇടാൻ സമ്മതിക്കാതെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞടാ. എന്നിട്ട് എൻ മലയിലെ ജാഗർ നിലനിന്ന നോട്ടുടെ ശൂലമിട്ട് ഗുമസ്തിനി എന്നൊക്കെ പറഞ്ഞു. എന്തുവാടേത് അത് എന്ന് പറഞ്ഞാൽ ഇനിമേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ പോരുകാളെ വിട്ട് കുത്തിക്കുമെന്ന്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എടാ ഞാനിന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോൾ യുവന്മാരെല്ലാരും കൂടെ എന്നെ കയറി വളഞ്ഞു. ഞാൻ പിന്നെ അവരുടെ കാല വീണ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ബാംഗ്ലൂർ കണ്ടേക്കല്ലെന്നാ പറഞ്ഞിരിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ തല്ലിനും പിടിക്കൊന്നും പോണ്ടാന്ന്. മാമനെ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. നീ ആ വക്കീലിൽ നിന്ന് വിളിച്ചേ. ഒന്ന് സുപ്രമ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. മാമ എവിടെ പോയി കിടക്കുക? ഞാനിങ്ങ് പോന്നടാ.
ഇവിടെ നെല്ലിന് മരുന്നടിക്കുക. ആ ഷെട്ടിമാരെല്ലാം കൂടെ തിരിച്ചു തല്ലിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. വേഗം വന്നാൽ കാണാം. അല്ല, നിങ്ങൾ എന്ത് പണി കാണിച്ച്? എടാ, നമ്മളൊരു നാട്ടിൽ ചെന്ന് അവിടെ ഉള്ളവരെ തല്ലിക്കഴിഞ്ഞാൽ ആർക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാമ മാറി കണ്ടില്ലേ? ഞാനാണെങ്കിൽ ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങളോട് പറയാനും മറന്നുപോയി. എന്നാ ശരി, വെക്കല്ലേ? സൂപ്പറാ. ആ പാവം പിടിച്ച പിള്ളേരെയൊക്കെ തല്ലു കൊള്ളിച്ചല്ലേ. ഞാൻ തന്റെ പണി നോക്കിയാ മതി കേട്ടാ. ദേ, കൂടുതൽ കളിച്ച വൈകുന്നേരം 1000ന്റെ നോട്ടങ്ങ് തരും കൂലിയായിട്ട്. പെട്ടുപോകും. എല്ലാ കള്ളപ്പണക്കാരും ഞങ്ങൾ പിടിക്കും കേട്ടാ. ഫോട്ടോ എടുത്തേ ഡൽഹിയിൽ അയച്ചു കൊടുക്കും. രാജ്യദ്രോഹികളും ഒറ്റത്തിനും വിടില്ല. സ്വാതി, അത് ആ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോ എന്നിട്ട് സ്ഥലം തിരിച്ചു കിട്ടിയോ? അത് പിന്നെ അവര് വേറെ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. ഓ, അവര് വേറെ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. വെറുതെ അലമാര കളഞ്ഞത് മിച്ചം. എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചേട്ടന് തോന്നിയോ? എന്നിട്ട് എന്നോട് യൂബർ വിളിച്ചു വന്നോളെ. അത് ഞാൻ ആ സ്ഥലത്തിന്റെ പിറകെ ഒന്നും പറയണ്ട.